പെരിഞ്ഞനത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. പെരിഞ്ഞനം പൊന്മാനിക്കുട സ്വദേശി നുസൈബയാണ് മരിച്ചത്. ഭക്ഷ്യവിഷബാധയേറ്റവരുടെ എണ്ണം 227ആയി. വീട്ടമ്മ മരിച്ച സംഭവത്തിൽ കയ്പമംഗലം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. റെസ്റ്റോറന്റുകളിലും ഹോട്ടലുകളിലും പരിശോധന ശക്തമാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഭക്ഷ്യസുരക്ഷാ വകുപ്പിനും കളക്ടറുടെ നിർദ്ദേശം. ജില്ലയിൽ മഴ വീണ്ടും ശക്തമാകും. തീരമേഖലയിൽ കടലാക്രമണം രൂക്ഷമായി. കാര വാക്കടപ്പുറത്ത് വീടുകളിലേക്ക് വെള്ളം അടിച്ചു കയറി. മുനയ്ക്കക്കടവ് പുഴയിൽ നങ്കൂരമിട്ടിരുന്ന വഞ്ചി ശക്തമായ തിരയിൽ തകർന്നു. ചേലക്കരയിൽ കാറുകൾക്ക് മുകളിലൂടെ മരം വീണു. കാട്ടൂർ പൊന്നനത്ത് ചെറുകിട വ്യവസായ കേന്ദ്രത്തിന് സമീപമുള്ള വീടുകളിലെ കിണറുകളിൽ രാസമാലിന്യം കലരുന്നതായി പരാതി. വ്യവസായ കേന്ദ്രത്തിൽ ആസിഡ് അടക്കമുള്ളവ അശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നതാണ് കിണറുകളിൽ മാലിന്യം കലരാൻ ഇടയാക്കുന്നതെന്ന് നാട്ടുകാർ. പെരിങ്ങാവ് പെറ്റ് ഷോപ്പിൽ നിന്ന് ഓമന മൃഗങ്ങളെ മോഷ്ടിച്ച സംഭവം. പ്രായപൂർത്തിയാകാത്ത ഒരാളടക്കം 2 പേരെ തൃശൂർ വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. നന്ദിക്കര മാപ്രാണം പൊതുമരാമത്ത് റോഡിൽ പെരുമഴയത്ത് ടാറിംഗ് നടത്തുന്ന ദൃശ്യങ്ങൾ പകർത്തി നാട്ടുകാർ. സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതോടെ പാതി വഴിയിൽ പ്രവർത്തനങ്ങൾ നിർത്തി തൊഴിലാളികൾ മടങ്ങി. ദുരൂഹ സാഹചര്യത്തിൽ പോളണ്ടിൽ മരിച്ച പെരിങ്ങോട്ടുകര സ്വദേശിയായ യുവാവിന്റെ മരണത്തിന്റെ സത്യാവസ്ഥ തേടി കുടുംബം. നാട്ടിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ മരണകാരണം തലക്കേറ്റ ക്ഷതമാണെന്ന് കണ്ടെത്തി. നമസ്കാരം. വാർത്തകൾ വിശദമായി. പെരിഞ്ഞനത്തെ സെയിൻ ഹോട്ടലിൽ നിന്നും കുഴിമന്തി കഴിച്ചതിനെ തുടർന്ന് വിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. പെരിഞ്ഞനം പൊന്മാനിക്കുടം സ്വദേശി 56 വയസ്സുള്ള നുസൈബയാണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു മരണം. ശനിയാഴ്ച രാത്രിയാണ് ഹോട്ടലിൽ നിന്നും പാർസൽ വാങ്ങിയ ഭക്ഷണം ഇവർ വീട്ടിൽ വെച്ച് കഴിച്ചതെന്ന് നുസൈബയുടെ ബന്ധുക്കൾ പറയുന്നു. ഭക്ഷണം കഴിച്ച 4 പേർക്ക് ശാരീരിക സ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഇവർ ചികിത്സ തേടിയിരുന്നു. എന്നാൽ തിങ്കളാഴ്ച സ്ഥിതി മോശമായതിനെ തുടർന്ന് നുസൈബയെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. പനിയും ഛർദിയും വയറിളക്കവുമായിട്ടായിരുന്നു ഭൂരിഭാഗം പേരും ചികിത്സ തേടിയത്. സംഭവത്തെ തുടർന്ന് ആരോഗ്യവകുപ്പും ഫുഡ് ആൻഡ് സേഫ്റ്റിയും പരിശോധന നടത്തി ഹോട്ടൽ അടച്ചുപൂട്ടിയിരുന്നു. ഫുഡ് ആൻഡ് സേഫ്റ്റി അധികൃതർ ഭക്ഷണത്തിന്റെ സാമ്പിളുകളും ശേഖരിച്ചു. ഇതിന്റെ റിപ്പോർട്ട് കിട്ടിയ ശേഷമേ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമായതെന്ന് വ്യക്തമാകൂ. കഴിഞ്ഞ ദിവസം ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നിന്ന് ICDSP ഓഫീസർ ഡോക്ടർ ഗീത, എപ്പിഡോളജിസ്റ്റ് കല എന്നിവരുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘം എത്തി ഹോട്ടലിൽ തെളിവെടുപ്പ് നടത്തി. വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഹോട്ടൽ പ്രവർത്തിക്കുന്നതെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു. ഇത് സംബന്ധിച്ച് കയ്പമംഗലം പോലീസിലും പെരിഞ്ഞനം പഞ്ചായത്തിലും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഉമ്മയുടെ കണ്ടീഷൻ പെട്ടെന്നാണ് മാറിയത്. അത് മരണപ്പെട്ടതിന് ശേഷം ഉണ്ടായത് നമ്മുടെ കയ്പമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ ഒരു കൺഫ്യൂഷൻ ഇക്കാര്യത്തിലുണ്ടായിരുന്നു. ഒരു വ്യക്തത കുറവിൻ്റെ ഭാഗമായിട്ടാണ് അവർ ബോഡി ഇവിടെ എത്തിച്ചത്. എന്നാലും ആ ബോഡി വീണ്ടും മെഡിക്കൽ കോളേജിൽ പോയിട്ട് പോസ്റ്റ്മോർട്ടം നടത്തി ചെയ്യാനുള്ള ഏർപ്പാടുകളെല്ലാം നടത്തിയിട്ടുണ്ട്. പോലീസ്, ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർ, പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികളെല്ലാം കൂടി ഉണ്ട് കേട്ടോ. അതനുസരിച്ച് നടപടി സ്വീകരിക്കും. കുഴിമന്തിയാണ് മേടിച്ചത് ഇവർ. അപ്പോൾ ആള് മയോണീസ് മാത്രമേ കഴിച്ചോളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടല്ലോ. പക്ഷേ അനിയത്തിക്കും മക്കൾക്കൊക്കെ ബുദ്ധിമുട്ടായിട്ട് അവർ അവിടെ ഹോസ്പിറ്റലിലായിരുന്നു. ഇന്നിപ്പോൾ അനിയത്തിക്ക് മക്കൾക്ക് കൂടുതലായിട്ട് ഇരിങ്ങാലക്കുടയിലേക്ക് കൊണ്ടുപോയി. ഇന്നലെ ഇവിടെ കുട്ടിലക്കടവിൽ കാണിച്ചിട്ട് അങ്ങനെ തന്നെ ഇരിങ്ങാലക്കുടയിൽ കൊണ്ടുപോയി. അപ്പോൾ ഓർമ്മയൊക്കെ പോയി. അങ്ങനെ അങ്ങനെ തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഇന്നലെ കൊണ്ടുപോയി. 1 മണിയൊക്കെ ആയപ്പോഴേക്കിനും മരണപ്പെട്ടു. വെളുപ്പിന് 6:30 ആയപ്പോഴേക്കിനും കൊണ്ടുവന്നു. പെരിഞ്ഞനത്ത് ഹോട്ടലിൽ നിന്ന് കുഴിമന്തി കഴിച്ച വീട്ടമ്മ മരിക്കാനിടയായ സംഭവത്തിൽ ആരോഗ്യവകുപ്പിന് പിഴവ് പറ്റിയെന്നാരോപിച്ച് കോൺഗ്രസ് പെരിഞ്ഞനം മണ്ഡലം കമ്മിറ്റി പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ സമരം നടത്തി. നുസൈബയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാതെ വിട്ടുനൽകിയത് ആരോഗ്യവകുപ്പിന് പറ്റിയ പിഴവാണെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു. 6 മാസത്തിനിടെ ഹോട്ടലിൽ ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ട് 2 ദിവസത്തേക്ക് അടച്ചിടാൻ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ തുടർ നടപടികളൊന്നുണ്ടായില്ലെന്നും കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു. DCC ജനറൽ സെക്രട്ടറി CC ബാബുരാജ് സമരം ഉദ്ഘാടനം ചെയ്തു. KV ചന്ദ്രൻ അധ്യക്ഷനായി. CP ഉല്ലാസ്, അബ്ദുൾ മജീദ്, ലിജേഷ് പള്ളായി, നസീർ പുഴങ്കരയില്ലത്ത്, VS ദിനേശ്, KK കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു.
പെരിഞ്ഞനത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് വീട്ടമ്മ മരിക്കാനിടയായ സംഭവത്തിൽ കയ്പമംഗലം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. തെളിവുകൾ ശേഖരിച്ച ശേഷം പരിശോധനാ ഫലം കൂടി വന്ന ശേഷമേ നടപടികൾ പൂർത്തിയാക്കുമെന്ന് പോലീസ് പറഞ്ഞു. അതേസമയം ഭക്ഷ്യവിഷബാധയേറ്റവരുടെ എണ്ണം 227 വർദ്ധിച്ചു. ചൊവ്വാഴ്ച പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ മാത്രം എത്തിയവരുടെ എണ്ണം 33. വിവിധ ആശുപത്രികളിലായി 49 പേർ നിലവിൽ ചികിത്സയിലാണ്. ഭക്ഷ്യവിഷബാധയെ തുടർന്ന് അടച്ചുപൂട്ടിയ ഹോട്ടൽ പഞ്ചായത്ത് അധികൃതരെത്തി സീൽ ചെയ്തു. ഹോട്ടലിന്റെ ലൈസൻസ് റദ്ദ് ചെയ്തുള്ള നോട്ടീസും പതിച്ചു. ജില്ലയിൽ ഭക്ഷ്യവിഷബാധ കേസുകൾ റിപ്പോർട്ട് ചെയ്താൽ ഉടൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെയും അറിയിക്കാൻ ആശുപത്രി അധികൃതർക്ക് ജില്ലാ കലക്ടർ VR കൃഷ്ണതേജ നിർദ്ദേശം നൽകി. പെരിഞ്ഞനത്ത് ഭക്ഷ്യവിഷബാധ ഉണ്ടായ പശ്ചാത്തലത്തിൽ വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിലാണ് കളക്ടറുടെ നിർദ്ദേശം. ജില്ലയിലെ എല്ലാ റെസ്റ്റോറന്റുകളിലും ഹോട്ടലുകളിലും ശുചിത്വം ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് പ്രത്യേക പരിശോധനകളും തുടർ പരിശോധനകൾ നടത്താനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഭക്ഷ്യസുരക്ഷാ വകുപ്പിനും കർശന നിർദ്ദേശം നൽകി. ജില്ലയിൽ മഴ വീണ്ടും ശക്തി പ്രാപിച്ചതോടെ വെള്ളക്കെട്ടും രൂക്ഷമായി. തൃശൂർ നഗരത്തിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയുണ്ടായ ശക്തമായ മഴയിൽ നഗരം വെള്ളത്തിൽ മുങ്ങിയ ശേഷം ശുചീകരണ പ്രവർത്തികൾ കോർപ്പറേഷൻ തുടങ്ങിയെങ്കിലും വലിയ കാനകളുടെയും തോടുകളുടെയും ശുചീകരണ പ്രവർത്തികളിൽ മെല്ലെ പോക്ക് തുടരുകയാണ്. അതിനു മുൻപ് ശുചീകരണ പ്രവർത്തികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിരുന്നു. ജില്ലയിലെ മറ്റു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലുള്ള മഴക്കാല ശുചീകരണ പ്രവർത്തികളും എങ്ങുമെത്തിയിട്ടില്ല. മഴ പെയ്താൽ റോഡുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. അതേസമയം സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജില്ലയിൽ 5 ദിവസം യെല്ലോ അലർട്ടാണ്. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. മഴ കനത്തതോടെ കൊടുങ്ങല്ലൂരിന്റെ തീരമേഖലയിൽ കടലാക്രമണം രൂക്ഷമായി. കാരാവാക്കടപ്പുറത്താണ് കടൽക്ഷോഭം രൂക്ഷമായിട്ടുള്ളത്. വാക്കടപ്പുറത്ത് വളവത്ത് സജി, പാണ്ഡികശാലയ്ക്കൽ സുരേഷ്, പോണത്ത് ശാരദ എന്നിവരുടെ വീടുകളിൽ വെള്ളം കയറി. കടൽക്ഷോഭം തുടർന്നാൽ ഈ വീടുകൾക്ക് കേടുപാട് സംഭവിക്കുമെന്ന ആശങ്കയിലാണ് വീട്ടുകാർ. മറ്റ് 12ഓളം വീടുകളും കടലാക്രമണ ഭീഷണി നേരിടുന്നുണ്ട്. കടൽഭിത്തിയില്ലാത്തതിനാൽ ഇവിടെ ശക്തമായ തിരമാല വീടുകളിലേക്ക് നേരിട്ട് അടിച്ചു കയറുന്ന അവസ്ഥയാണുള്ളത്. എടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ ജിതൻ, വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരിച്ചാലിൽ, വാർഡ് മെമ്പർ വിനീൽ ദാസ്, പഞ്ചായത്ത് അംഗങ്ങളായ ഗിരീഷ്, ഷാഹിന, സുബി പ്രമോദ്, ബിന്ദു രാധാകൃഷ്ണൻ എന്നിവർ കടൽക്ഷോഭ ബാധിത പ്രദേശം സന്ദർശിച്ചു. കനത്ത മഴയെ തുടർന്ന് ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. 3 അടിയോളം വെള്ളമാണ് പെട്ടെന്ന് ഉയർന്നത്. സുരക്ഷയുടെ ഭാഗമായി പ്രധാന കടവുകളിൽ പോലീസും ഫയർഫോഴ്സും മുന്നറിയിപ്പുമായി എത്തി. പരിയാരം CSR, കൂടപ്പുഴ ആറാട്ടുകടവ്, അന്നനാട് ആറങ്ങാലി തുടങ്ങിയ കടവുകളാണ് പ്രത്യേകം നിരീക്ഷിച്ചത്. കൂടപ്പുഴ ആറാട്ടുകടവിൽ ചൂണ്ടലിനെത്തിയ ആളുകളെ നിലവിലെ സാഹചര്യം ഉദ്യോഗസ്ഥർ ധരിപ്പിച്ചു. വീണ്ടും വെള്ളം കൂടിയത് പരിയാരത്തെ CSR കടവിനെ പ്രതിസന്ധിയാക്കി. ഇവിടെ തടയണയുടെ ഷട്ടർ മാറ്റാൻ കഴിയാത്തതിനാൽ പുഴയിൽ വന്നു ചേരുന്ന കപ്പത്തോട്ടിൽ നിന്നും വെള്ളം കയറി കൃഷിയിടങ്ങളെ ബാധിച്ചിരുന്നു. 100 ഏക്കർ കൃഷിയിടമാണ് വെള്ളത്തിലായത്. പുഴയിലെ വെള്ളം താഴുമ്പോൾ തടയണയിലെ ഷട്ടർ മാറ്റാനായിരുന്നു പഞ്ചായത്തിന്റെ നീക്കം. ഇതിനിടെയാണ് അപ്രതീക്ഷിതമായ വെള്ളക്കെട്ട് ഉയർന്നത്. കനത്ത മഴയിൽ അതിരപ്പിള്ളിയിൽ വെള്ളച്ചാട്ടം ശക്തി പ്രാപിച്ചു. ചൊവ്വാഴ്ച ഉച്ച മുതലാണ് അടിക്കടി വെള്ളം ഉയർന്നതും കാലവർഷത്തിന്റെ പ്രതീതിയുണ്ടായതും. വിനോദസഞ്ചാരികൾക്ക് നിറഞ്ഞൊഴുകിയ വെള്ളച്ചാട്ടം ദർശനാനുഭൂതിയായി. ഏതാനും ദിവസം മുമ്പ് 3 ദിവസം കനത്ത മഴ പെയ്തെങ്കിലും വെള്ളച്ചാട്ടം നേർത്തത് മാത്രമായിരുന്നു. എന്നാൽ മലയിലെ ശക്തമായ മഴയിൽ തോടുകളിൽ നിന്നും കുലംകുത്തിയൊഴുകിയ വെള്ളമാണ് അതിരപ്പിള്ളിക്ക് അപ്രതീക്ഷിത രൗദ്രഭാവമുണ്ടാക്കിയത്. പുഴയുടെ മറുകരയിൽ ഊളശ്ശേരി തോട്ടിൽ നിന്നും ഉരുൾപൊട്ട് പോലെയുള്ള കുത്തൊഴുക്കും അനുഭവപ്പെട്ടു. ചാർപ്പ തോടും ചൊവ്വാഴ്ച നിറഞ്ഞൊഴുകി. ഇതിന്റെ ഭാഗമായി ചാർപ്പ വെള്ളച്ചാട്ടവും കനത്തു. ഗുരുവായൂർ ക്ഷേത്ര നടയിലെ വെള്ളക്കെട്ടിന്റെ കാരണം കണ്ടെത്തി. ക്ഷേത്രത്തിന്റെ തെക്കേ നടയിൽ നിന്ന് നഗരസഭയുടെ കാനയിലേക്ക് വെള്ളം ഒഴുകുന്ന ഭാഗത്ത് തടസ്സം നേരിട്ടതാണ് വെള്ളക്കെട്ടിനിടയാക്കിയത്. ദേവസ്വത്തിന്റെ ശുചീകരണ തൊഴിലാളികൾ തെക്കേ നടയിലെ കാന വൃത്തിയാക്കുമ്പോഴാണ് ഒഴുക്ക് തടസ്സപ്പെട്ടതായി കണ്ടെത്തിയത്. ദേവസ്വം മെഡിക്കൽ സെന്ററിന് സമീപം പുതുതായി പണിത കംഫർട്ട് സ്റ്റേഷന് മുന്നിലാണ് തടസ്സമുള്ളത്. ദേവസ്വത്തിന്റെ കാന നഗരസഭയുടെ കാനയുമായി ബന്ധിപ്പിക്കുന്ന സ്ഥലത്ത് ചാക്കിൽ മണ്ണ് നിറച്ചു വെച്ചിരുന്നതാണ് ഒഴുക്കിന് തടസ്സമായിരുന്നത്.
നിർമ്മാണ സമയത്ത് കാനകൾ ബന്ധിപ്പിക്കുന്നിടത്ത് വെള്ളം വരുന്നത് തടസ്സപ്പെടുത്താനാണ് ചാക്കിൽ മണ്ണ് നിറച്ചു വച്ചിരുന്നത്. നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം എടുത്തു മാറ്റിയിരുന്നുമില്ല. ശുചീകരണ തൊഴിലാളികൾ ഇത് നീക്കം ചെയ്തതോടെ തടസ്സമില്ലാതെ വെള്ളം ഒഴുകിപ്പോകാൻ തുടങ്ങി. ചേലക്കരയിൽ ശക്തമായ കാറ്റിലും മഴയിലും സർവീസ് സെന്ററിൽ നിർത്തിയിട്ടിരുന്ന കാറുകൾക്ക് മുകളിലൂടെ മരം വീണു. മേപ്പാടം ഉദയഗിരി കാർ കെയർ സർവീസ് സെന്ററിലേക്കാണ് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് നിന്നിരുന്ന മരം പൊട്ടിവീണത്. വാഹനങ്ങൾക്ക് കേടുപാടുകൾ പറ്റി, ആളപായം ഇല്ല. മുനക്കിക്കടവ് പോലീസ് സ്റ്റേഷന് സമീപം പുഴയിൽ നങ്കൂരമിട്ടിരുന്ന വഞ്ചി തകർന്നു. ശക്തമായ തിരയിൽ പുഴയിലേക്ക് കടൽവെള്ളം അടിച്ചു കയറിയതിനെ തുടർന്ന് കരിങ്കൽ ഭിത്തിയിലിടിച്ചാണ് വഞ്ചി തകർന്നത്. അഴിമുഖം ഓളാട്ട് വിനോദന്റെ ഉടമസ്ഥതയിലുള്ള വഞ്ചിയാണ് തകർന്നത്. പുലർച്ചെ മത്സ്യബന്ധനത്തിനായി പോകാൻ വേണ്ടി തൊഴിലാളികൾ എത്തിയപ്പോഴാണ് വഞ്ചി തകർന്ന നിലയിൽ കണ്ടത്. വലകളും മറ്റു സാമഗ്രികളും നശിച്ചിട്ടുണ്ട്. ഏകദേശം 2 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. കാട്ടൂർ പൊന്നനത്തെ ചെറുകിട വ്യവസായ കേന്ദ്രത്തിന് സമീപമുള്ള കിണറ്റിൽ രാസമാലിന്യം കലരുന്നതായി പരാതി. വ്യവസായ കേന്ദ്രത്തിൽ ആസിഡ് അടക്കമുള്ളവ അശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നത് മൂലമാണ് കിണറുകളിൽ മാലിന്യം കലരുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. കാട്ടൂർ സ്വദേശിയായ തെക്കേക്കര വിൻസെന്റിന്റെ വീട്ടിലെ കിണറിലാണ് മഴ ആരംഭിച്ചതോടെ നിറവ്യത്യാസം കണ്ടു തുടങ്ങിയത്. വെള്ളത്തിന് രുചിവ്യത്യാസം അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്വകാര്യ ലാബിൽ നടത്തിയ പരിശോധനയിൽ വെള്ളത്തിൽ അയേണിന്റെ സാന്നിധ്യം വർദ്ധിച്ചതായും pH അളവ് കുറഞ്ഞിരിക്കുന്നതുമായും കണ്ടെത്തി. വെള്ളം ഉപയോഗശൂന്യമായതിനെ തുടർന്ന് സമീപത്തെ മറ്റു വീടുകളിലെ കുടിവെള്ളത്തെ ആശ്രയിച്ചാണ് വിൻസെന്റും കുടുംബവും കഴിയുന്നത്. സമീപത്തെ വ്യവസായ സ്ഥാപനങ്ങൾ രാസവസ്തുക്കൾ അനാവശ്യമായി കൈകാര്യം ചെയ്യുന്നത് മൂലമാണ് കിണർ ഉപയോഗശൂന്യമായതെന്നും ഇത് സംബന്ധിച്ച് കാട്ടൂർ പഞ്ചായത്തിൽ പരാതി നൽകിയതായും വിൻസെന്റ് പറഞ്ഞു. ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിണറാണിത്. 100 വർഷത്തിലേറെയായി ഈ പറമ്പ് ഞങ്ങൾ കോറിയുടെ കൈകളായിരുന്നു. ഏകദേശം 55 വർഷം മുമ്പ് കുത്തിയ കിണർ അപ്പം കുത്തിച്ച കിണറാണ്. ഈ കിണറിലാണ് ഞങ്ങൾ വലിയൊരു ഫാമിലി ഇതുവരെ ജീവിച്ചുകൊണ്ടത്. ഇപ്പം എൻ്റെ വീട്ടിൽ 8 പേരുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച മഴ പെയ്തപ്പോൾ ഈ കിണറിലെ വെള്ളം വളരെ മഞ്ഞ കളറാക്കി. അതിൻ്റെ പേരിൽ ഞാൻ ഈ വെള്ളം പരിശോധിക്കാൻ കൊണ്ടുപോയി. അപ്പോൾ അവർ പറഞ്ഞു ഇതിൽ അയൺ കണ്ടൻറ്റ് കൂടുതലും ആസിഡിൻ്റെ അംശം കൂടുതലുമാണ്, അതുകൊണ്ട് വെള്ളം ഉപയോഗിക്കരുത്. കാട്ടൂർ പൊന്നനത്തെ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നേതാക്കളും പ്രദേശവാസികളും സന്ദർശിച്ചു. സമീപത്തെ കിണറുകളിൽ രാസമാലിന്യങ്ങൾ കലരുന്നതിനെ തുടർന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ സന്ദർശിച്ചത്. ഇവിടെ പ്രവർത്തിക്കുന്ന 2 സ്ഥാപനങ്ങൾ അശാസ്ത്രീയമായാണ് രാസമാലിന്യം കൈകാര്യം ചെയ്യുന്നതെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു. രാസമാലിന്യങ്ങൾ എത്രയും വേഗം ശാസ്ത്രീയ രീതിയിൽ സംസ്കരിക്കുവാൻ നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് കാട്ടൂർ മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AP വിൻസെന്റ്, നേതാക്കളായ CL ജോയ്, ബെറ്റി ജോസ്, റംഷാദ്, ലോയിഡ് തുടങ്ങിയവർ സന്ദർശന സംഘത്തിൽ ഉണ്ടായിരുന്നു. തൃശൂർ പെരിങ്ങാവിലെ പെറ്റ് ഷോപ്പിൽ നിന്ന് ഓമന മൃഗങ്ങളെ കവർന്ന കേസിൽ പ്രതികൾ പിടിയിലായി. എങ്കക്കാട് സ്വദേശി മുഹമ്മദ് ഹസനും വടക്കാഞ്ചേരി സ്വദേശിയായ 14-കാരനുമാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് 5 നായ്ക്കുട്ടികളെയും 5 പൂച്ചകളെയും കണ്ടെടുത്തു. ബൈക്ക് മോഷണമടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് എങ്കക്കാട് സ്വദേശിയായ മുഹമ്മദ് ഹസൻ. ഇവരിൽ നിന്ന് 4 ദിവസം മുൻപ് കുന്നംകുളത്ത് നിന്നും മോഷണം പോയ ബൈക്കും കണ്ടെടുത്തു. ഞായറാഴ്ച പുലർച്ചെ 2:30ഓടെയായിരുന്നു SN പെറ്റ്സ് വേൾഡ് എന്ന സ്ഥാപനത്തിൽ നിന്ന് 1 ലക്ഷത്തോളം രൂപ വില വരുന്ന 5 മികച്ച ഇനം നായ്ക്കുട്ടികളെയും 5 പൂച്ചകളെയും മോഷ്ടിച്ചത്. രാവിലെ വിവരമറിഞ്ഞ സ്ഥാപന ഉടമ നിതീഷ് തൃശൂർ വെസ്റ്റ് പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് CCTVകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. വിവിധ സ്റ്റേഷനുകളിലെ നിരവധി കേസുകളിൽ പ്രതിയാണ് മുഹമ്മദ് ഹസൻ. ബൈക്ക് മോഷണ കേസുകളിൽ പ്രതിയായ മുഹമ്മദ് ഹസന്റെ ദൃശ്യം CCTVയിൽ കണ്ടതോടെയാണ് പോലീസിന് പ്രതികളിലേക്ക് വേഗം എത്താനായത്. എങ്കക്കാടുള്ള മുഹമ്മദ് ഹസന്റെ വാടകമുറിയിൽ നിന്ന് കണ്ടെടുക്കുമ്പോൾ ഓമനമൃഗങ്ങൾ തീർത്തും അവശരായിരുന്നുവെന്ന് സ്ഥാപന ഉടമ നിതീഷ് പറഞ്ഞു. രാവിലെ 9 മണിക്ക് ഷോപ്പ് തുറക്കാൻ എത്തിയപ്പോഴാണ് പറഞ്ഞത്. ഉടനെ നമ്മൾ വേഗം ക്യാമറയിൽ ഇത് നോക്കിയിട്ട് വേഗം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും പിന്നെ കൂടാതെ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ഈ പയ്യൻ്റെ വീഡിയോയ്ക്ക് അയച്ചിരുന്നു. ഹെൽത്ത് കണ്ടീഷൻ ഭയങ്കര മോശമായിരുന്നു. അവർ കൊണ്ടിട്ടിരുന്ന ഒരു വേസ്റ്റ് കുഴി പോലത്തെ സ്ഥലത്താണ് ഇട്ടിരുന്നത്. അതിനെ തുടർന്ന് നമ്മൾ കടയിൽ കൂടെ ഇന്നലെ വൈകുന്നേരം 8 മണിയോട് കൂടിയിട്ട് അവർക്ക് വേണ്ട ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുക്കുകയും ക്ലിയർ ആക്കി എടുക്കുകയാണ് ചെയ്തത്. സാഹചര്യത്തിൽ നമ്മളോട് എത്തുകയുണ്ടായി. നമുക്ക് കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി. അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലാണ് അവർ കൊണ്ടുപോയിട്ടിരുന്നത്. SHO T ഷിജു അബ്രഹാമിന്റെ നേതൃത്വത്തിൽ SIമാരായ അനൂപ്, സന്തോഷ്, സീനിയർ CPO ടോണി വർഗീസ്, CPOമാരായ റൂബിൻ ആന്റണി, സുശാന്ത്, ശ്രീരാഗ്, സത്യജിത്ത്,
എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. TCV ന്യൂസ്, തൃശൂർ. പെരിങ്ങോട്ടുകര കരുവാങ്കുളത്ത് വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ ആക്രമണം. ഗുരുജി റോഡിൽ നായരിപ്പറമ്പിൽ ബിജുവിന്റെ വീടിന് നേരെയാണ് ബൈക്കിലെത്തിയ മൂവർ സംഘം സ്ഫോടക വസ്തു എറിഞ്ഞത്. ഉഗ്രശബ്ദത്തോടെ സ്ഫോടക വസ്തു വീടിന് മുൻവശത്ത് വീണ് പൊട്ടിത്തെറിച്ചു. ഈ സമയം ബിജുവിന്റെ അമ്മയും ഭാര്യയും വിദ്യാർത്ഥികളായ 4 പെൺമക്കളുമാണ് വീട്ടിലുണ്ടായിരുന്നത്. ആക്രമണത്തിൽ ആർക്കും പരിക്കോ വീടിന് നാശനഷ്ടങ്ങളോ ഉണ്ടായില്ല. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. നന്ദിക്കര മാപ്രാണം പൊതുമരാമത്ത് റോഡിൽ പെരുമഴയത്ത് ടാറിംഗ് നടത്തിയത് പ്രതിഷേധത്തിനിടയാക്കി. നന്ദിക്കര മുതൽ മുത്രത്തിക്കര വരെയുള്ള ഭാഗത്താണ് ചൊവ്വാഴ്ച രാവിലെ മുതൽ ടാറിംഗ് നടത്തിയത്. മാസങ്ങളായി നവീകരണം നടക്കുന്ന റോഡിന്റെ വശങ്ങൾ പൊളിച്ചിട്ടത് മൂലം നിരവധി അപകടങ്ങളാണ് സംഭവിച്ചത്. ഈ സമയത്തെല്ലാം നാട്ടുകാർ റോഡ് പണി പൂർത്തിയാക്കണമെന്ന പരാതിയുമായി അധികൃതരെ സമീപിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. വേനൽക്കാലത്ത് നിർമ്മാണം പൂർത്തീകരിക്കേണ്ട റോഡാണ് അധികാരികളുടെ അനാസ്ഥ മൂലം നീണ്ടുപോയത്. ഇതിനിടെ മഴ ശക്തമാകുകയും റോഡിന്റെ വശങ്ങൾ അപകടാവസ്ഥയിലാവുകയുമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുചക്ര വാഹനങ്ങൾ തെന്നിവീണ് അപകടങ്ങൾ സംഭവിച്ചതോടെയാണ് ധൃതി പിടിച്ച് ടാറിംഗ് നടത്തിയത്. ലക്ഷങ്ങൾ മുടക്കി മഴയത്ത് ടാറിംഗ് നടത്തിയത് റോഡ് വേഗത്തിൽ തകരാൻ ഇടയാക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കരാറുകാർക്ക് സാമ്പത്തിക ലാഭം നേടിക്കൊടുക്കാൻ പൊതുമരാമത്ത് അധികൃതർ കൂട്ടുനിൽക്കുകയാണെന്ന ആക്ഷേപവുമുണ്ട്. ടാറിംഗ് നടത്തുന്ന ദൃശ്യങ്ങൾ പകർത്തി നാട്ടുകാർ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതോടെ പാതി വഴിയിൽ പ്രവർത്തനങ്ങൾ നിർത്തി തൊഴിലാളികൾ മടങ്ങി. ദുരൂഹ സാഹചര്യത്തിൽ പോളണ്ടിൽ മരിച്ച പെരിങ്ങോട്ടുകര സ്വദേശിയായ 23-കാരന്റെ മരണത്തിന്റെ സത്യാവസ്ഥ തേടി കുടുംബം. പോസ്റ്റ്മോർട്ടം ചെയ്യാതെ കയറ്റി അയച്ച യുവാവിന്റെ മൃതദേഹം മരണത്തിൽ സംശയം തോന്നിയ പിതാവ് നാട്ടിൽ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കിയപ്പോൾ തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് കണ്ടെത്തി. മകന്റെ മരണകാരണം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ എംബസിയിൽ അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് കുടുംബം. പെരിങ്ങോട്ടുകര അമ്പാട്ട് വീട്ടിൽ അഭിലാഷ് ബിന്ദു ദമ്പതികളുടെ 2 മക്കളിൽ ഒരാളാണ് മരിച്ച ആഷിഖ് രഘു. 1 വർഷം മുൻപ് അയൽവാസിയായ യുവാവ് മുഖേന ആഷിഖ് പോളണ്ടിലെത്തി. തുടക്കം റെസ്റ്റോറൻറ്റിൽ ജീവനക്കാരനായിട്ടായിരുന്നു. തുടർന്ന് ജർമ്മനിയിൽ കുറച്ചുനാൾ നിന്നെങ്കിലും തിരികെ പോളണ്ടിലെത്തി. പഴവർഗ്ഗങ്ങൾ പാക്ക് ചെയ്യുന്ന കമ്പനിയിൽ പാക്കിംഗ് വിഭാഗത്തിൽ ജോലി തുടങ്ങി. മരിക്കുന്നതിന് ഏതാനും മാസം മുൻപ് ആഷിഖ് ഫുഡ് ഡെലിവറി ചെയ്യുന്ന ജോലി തുടങ്ങി. മലയാളികളായ 2 സുഹൃത്തുക്കൾക്കൊപ്പമാണ് ആഷിഖ് താമസിച്ചിരുന്നത്. ഏപ്രിൽ 1-ന് ആഷിഖ് മരിച്ചതായി വീട്ടിൽ സന്ദേശമെത്തി. താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് സുഹൃത്തുക്കൾ ആദ്യം പറഞ്ഞത്. സ്വാഭാവിക മരണം എന്ന നിലയിൽ പോസ്റ്റ്മോർട്ടം നടത്താതെ മൃതദേഹം കയറ്റി അയക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു. ഇതിനിടയിൽ ആഷിഖിന്റെ സുഹൃത്തുക്കളുടെ മൊഴിയിൽ വൈരുദ്ധ്യം കണ്ട പിതാവ് മൃതദേഹം നാട്ടിലെത്തുമ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യാനായി പോലീസിൽ അപേക്ഷ നൽകി. ആഷിഖിന്റെ മരണം നടന്ന ദിവസം 7 സുഹൃത്തുക്കൾ ചേർന്ന് പാർട്ടിയിൽ പങ്കെടുത്തതായും അവസാനം ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ നടന്നതായും സുഹൃത്തുക്കൾ മാറ്റിപ്പറഞ്ഞെന്ന് കുടുംബം ആരോപിക്കുന്നു. നോർമൽ ഡെത്താണ് അവരാദ്യം പറഞ്ഞത്. ഇവനെ അവിടുന്ന് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന ഒരു കമ്പനി. അപ്പോഴാണ് അറിയുന്നവൻ്റെ ബോഡി അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ലെന്ന്. 10-ാം തീയതി അവിടെ നിന്ന് പോന്ന് 12-ാം തീയതി രാവിലെ ഇവിടെ എത്തി. അന്ന് തന്നെ നമ്മൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ തഹസിൽദാരുടെ മേൽനടുവിൽ പോസ്റ്റ്മോർട്ടം ചെയ്തു. അന്ന് രാത്രി എന്നെ അന്തിക്കാട് CI വിളിച്ചിട്ട് പറഞ്ഞത് മോനിങ്ങനെ തലയുടെ ബാക്കിൽ ഇങ്ങനെ ഒരു പരിക്ക് പറ്റിയിട്ടുണ്ട്, അതാണ് അവൻ്റെ മരണകാരണം എന്നാണ് പറഞ്ഞത്. അന്ന് തുടങ്ങി നമ്മൾ ഇവൻ്റെ കൂട്ടുകാരന്മാരെ വിളിക്കലും എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് അവർ പറയുന്നത് 1-ാം ഈസ്റ്ററിൻ്റെ അന്ന് രാത്രി ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നു, അവിടുത്തെ ഉക്രൈൻസായിട്ട് ചെറിയൊരു വണ്ടി തട്ടിയ തർക്കമുണ്ടായിരുന്നു, അതിൻ്റെ പേരിൽ അടി ഉണ്ടായിരുന്നൊക്കെ അവർ പറയണു. പക്ഷേ മകനിങ്ങനെ അടി കിട്ടിയതോ വീണതോ ആരും ഒന്നും കണ്ടവരും ഇല്ല, കേട്ടവരും ഇല്ല. 12-ന് നാട്ടിലെത്തിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ തലയ്ക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് കണ്ടെത്തി. ശരീരത്തിൽ 5 ഇടത്തായി പരിക്കുകളും ഉണ്ടായിരുന്നു. റീപോസ്റ്റ്മോർട്ടം സാധ്യത കണക്കിലെടുത്ത് ദഹിപ്പിക്കുന്നതിന് പകരം ആഷിഖിന്റെ മൃതദേഹം ലാലൂരിൽ മറവ് ചെയ്യുകയായിരുന്നു. ആഷിഖിന്റെ മരണത്തിന് പിന്നിലുള്ള കാരണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പിതാവ് ഇന്ത്യൻ എംബസിയിൽ നൽകിയ പരാതിയിൽ ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല. ആഷിഖിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്തണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. മോൻ മരിച്ചു എന്ന് പറഞ്ഞ അന്ന് തന്നെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. അവൻ നോർമൽ ഡെത്താണെന്ന് കൂട്ടുകാർ വിളിച്ച് പറഞ്ഞു. ഇങ്ങനെ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അപ്പം തന്നെ ഞാൻ പറഞ്ഞു അവൻ എന്തോ പറ്റിയിട്ടുള്ളതാണ്. അന്ന് തന്നെ അത് പറയായിരുന്നു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഈസ്റ്റർ പാർട്ടി ഉണ്ടായിരുന്നു, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ അന്നൊന്നും അവർ പറഞ്ഞില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി, അതിൽ തലയ്ക്ക് പരിക്ക് ഉണ്ടെന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞതിന് ശേഷം വിളിച്ചപ്പോഴാണ് അതിലൊരു പയ്യൻ എനിക്കൊരു കാര്യം പറയാണ്ടെന്ന് പറഞ്ഞിട്ടാണ് ചേട്ടനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയണത്. അപ്പൊ അവർക്ക് എല്ലാ കാര്യം വ്യക്തമായിട്ട് അവർക്ക് അറിയാമെന്നാണ് ഞങ്ങളുടെ ബലമായ സംശയം. TCV ന്യൂസ്, തൃശൂർ.
തൃശൂരിൽ മൊബൈൽ ഫോൺ കടയിൽ കത്തിവീശി യുവാക്കളുടെ ഗുണ്ടായിസം. ശക്തൻ സ്റ്റാൻഡിലെ കടയിൽ ചൊവ്വാഴ്ച രാത്രി 7:30യോടെയാണ് സംഭവം. ഫോണിന്റെ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കാൻ വൈകിയതാണ് യുവാക്കളെ പ്രകോപിപ്പിച്ചത്. ഇതോടെ കയ്യിൽ കരുതിയ കത്തിവീശിയ യുവാക്കൾ സ്ഥലത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു. പിന്നീട് സ്ഥലത്തുനിന്ന് പിൻവാങ്ങുകയായിരുന്നു. സ്ഥലത്തെത്തിയ ടൗൺ ഈസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. യുവാക്കളെ പോലീസ് തിരിച്ചറിഞ്ഞതായാണ് സൂചന. കുന്നംകുളം കാണിപ്പയ്യൂരിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടത്തിൽ 13 പേർക്ക് പരിക്കേറ്റു. കുന്നംകുളം ഭാഗത്തു നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കൈലാസം ബസ്സും എതിർദിശയിൽ വരികയായിരുന്ന ആര്യ ബസ്സും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബസ്സിനുള്ളിൽ തെറിച്ചു വീണാണ് കൂടുതൽ പരിക്കേറ്റത്. പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ഇരു ബസ്സുകളുടെ മുൻവശം പൂർണ്ണമായും തകർന്നു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തെ തുടർന്ന് ബസ് തെന്നി മാറിയാണ് നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടതെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു. മഴക്കാലം ശക്തി പ്രാപിക്കുന്നതോടെ കൂടുതൽ അപകടമില്ലാതിരിക്കാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ബസ് ജീവനക്കാർ ആവശ്യപ്പെട്ടു. ദേശീയപാത നിർമ്മാണത്തിനായി കൊണ്ടുവന്ന കോൺക്രീറ്റ് ഗർഡർ ട്രെയിലറിൽ നിന്നും ഇറക്കുന്നതിനിടെ ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. ബീഹാർ സ്വദേശി 22 വയസ്സുള്ള ധീരജ് കുമാറാണ് മരിച്ചത്. ശ്രീനാരായണപുരം പൂവത്തുംകടവ് പാലത്തിന് സമീപമായിരുന്നു അപകടം. ട്രെയിലറിൽ കൊണ്ടുവന്ന ഗർഡർ ക്രെയിൻ ഉപയോഗിച്ച് ഇറക്കുന്നതിനിടയിലായിരുന്നു അപകടം. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. കൊടുങ്ങല്ലൂരിൽ കാണാതായ 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ പുഴയിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കാവിൽക്കടവ് പാറേക്കാട്ടിൽ ജാക്സന്റെ മകൻ 12 വയസ്സുള്ള ഷോൺ സി ജാക്സനാണ് മരിച്ചത്. കോട്ടയം രാജഗിരി സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ കുട്ടിയെ വീട്ടിൽ നിന്നും കാണാതാവുകയായിരുന്നു. തിരച്ചിൽ നടത്തുന്നതിനിടെ എൽത്തുരത്ത് വീരഭദ്ര ക്ഷേത്രത്തിന് സമീപം പുഴയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ കോൺക്രീറ്റ് ചെയ്യുന്നതിൽ നിന്നും കരാർ കമ്പനി പിൻവാങ്ങിയെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. കോൺക്രീറ്റ് ഉപയോഗിച്ചുള്ള റോഡിന്റെ നിർമ്മാണം ബാക്കി നിൽക്കുന്ന പ്രദേശത്ത് മെക്കാഡൻ ടാറിംഗ് നടത്തുമെന്ന വാർത്തയും തികച്ചും തെറ്റാണെന്ന് മന്ത്രി അറിയിച്ചു. റോഡിന്റെ നിർമ്മാണ ചുമതല നിർവഹിക്കുന്ന KSTPയുടെ ഉന്നതതല ഉദ്യോഗസ്ഥരിൽ നിന്നും റിപ്പോർട്ട് തേടിയ ശേഷമാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. പാലക്കിലിൽ ബാക്കി നിൽക്കുന്ന 200 മീറ്റർ റോഡിന്റെ നിർമ്മാണം കൂടി പൂർത്തിയാക്കി ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും. ഇതിന്റെ ഭാഗമായി ഗതാഗത പുനഃക്രമീകരണങ്ങളടക്കം ചർച്ച ചെയ്യാനായി തൃശൂർ കളക്ടറേറ്റിൽ ജൂൺ 1 ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. തൃശൂർ വെസ്റ്റ് പോലീസ് നടത്തിയ പരിശോധനയിൽ പുല്ലഴി, പൂത്തോൾ എന്നിവിടങ്ങളിൽ നിന്നും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും ലഹരി മിഠായികളും പിടികൂടി. പുല്ലഴിയിൽ വീടിനോട് ചേർന്ന വ്യാപാര സ്ഥാപനത്തിൽ നിന്നാണ് 150 പാക്കറ്റ് ഹാൻഡ്സ് പിടികൂടിയത്. കടയുടമ വടക്കുമറി ചന്ദ്രികയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നു എന്ന സൂചന ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഹാൻഡ്സ് പിടിച്ചെടുത്തത്. സ്കൂൾ തുറക്കുന്നതിനോടനുബന്ധിച്ച് നടത്തിയ പരിശോധനയിലാണ് പൂത്തോൾ പാസ്പോർട്ട് ഓഫീസിനടുത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും ലഹരി മിഠായികളും പിടികൂടിയത്. UDF പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച എങ്കക്കാട് പൊതുശ്മശാനം കാടുകയറി നശിക്കുന്നു. ക്രിമിറ്റോറിയം പ്രവർത്തന സജ്ജമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്ത്. UDF ഭരണസമിതിയുടെ കാലത്ത് 46 ലക്ഷം രൂപ ചെലവിട്ട് ആധുനിക രീതിയിൽ നിർമ്മിച്ച ഗ്യാസ് ക്രിമിറ്റോറിയം തകർന്ന് തരിപ്പണമായി. സംസ്ഥാന സർക്കാരിന്റെ 20 ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്തിന്റെ 8 ലക്ഷം രൂപയും വടക്കാഞ്ചേരി പഞ്ചായത്ത് 18 ലക്ഷം രൂപയുമായി മൊത്തം 46 ലക്ഷം രൂപ ചെലവിട്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സിന്ധു സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിലുള്ള UDF ഭരണസമിതി നിർമ്മാണം പൂർത്തീകരിച്ചത്. എന്നാൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്ത് നഗരസഭയാക്കുകയും തെരഞ്ഞെടുപ്പിൽ LDF അധികാരത്തിലെത്തുകയും ചെയ്തതോടെ UDFന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച നിർമ്മാണമായതിനാൽ എന്ന ഒറ്റ കാരണത്താൽ പിന്നീട് നഗരസഭ LDF ഭരണസമിതി അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തി. 50 ലക്ഷം രൂപയോളം ചെലവിട്ടിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ എങ്കക്കാട് ശ്മശാനത്തിൽ മാലിന്യങ്ങൾ കൂട്ടി നിറച്ചിരിക്കുന്നത്. നഗരസഭയുടെ സ്വന്തം മാലിന്യങ്ങൾ കൂട്ടി നിറച്ചിരിക്കുന്നത്. പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരു ആശ്രയ കേന്ദ്രമാവുന്ന അവരുടെ ശവം സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ഥലമായി ആധുനിക രീതിയിൽ മോഡിഫിക്കേഷൻ ചെയ്ത ആധുനിക രീതിയിൽ പരിസരവാസികൾക്കൊന്നും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ
ഉണ്ടാക്കിയ ഈ പദ്ധതിയെ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. നഗരസഭയുടെ നേതൃത്വത്തിൽ 5 ലക്ഷം രൂപ ചെലവഴിച്ച് ശ്മശാനത്തിലേക്കുള്ള വഴി ടൈൽസ് വിരിച്ച് വൃത്തിയാക്കിയെങ്കിലും പിന്നീട് അത് പൊളിച്ചു നീക്കുകയായിരുന്നു. നഗരസഭയിലെ പാവപ്പെട്ട ജനങ്ങൾ മരണപ്പെടുമ്പോൾ മൃതദേഹം ദൂരസ്ഥലങ്ങളിൽ കൊണ്ടുപോകാതെ ഓട്ടുപാറ വാടാനി റോഡിലുള്ള എങ്കക്കാട് പൊതുശ്മശാനത്തിൽ എത്തിച്ച് ചുരുങ്ങിയ നിരക്കിൽ ഗ്യാസ് ക്രിമിറ്റോറിയത്തിൽ സംസ്കരിക്കാനാണ് പദ്ധതി നടപ്പിലാക്കിയത്. വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെ ശ്മശാനത്തിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ നഗരസഭ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. ശ്മശാനം പ്രവർത്തിക്കുന്നതിന് പകരം നഗരസഭയിലെ 41 ഡിവിഷനുകളിൽ നിന്നും ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യം മുഴുവൻ പൊതുശ്മശാനത്തിലാണ് സംഭരിക്കുന്നത്. നിരവധി തവണ പരാതികൾ നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ഉടൻ അധികൃതർ ഇടപെട്ട് മാലിന്യം നീക്കം ചെയ്യുകയും ശ്മശാനത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്ന് നേതാക്കൾ അറിയിച്ചു. 10 വർഷക്കാലമായിട്ട് ഈ പൊതുശ്മശാനത്തിന് വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിച്ച് വഴിയിൽ കിടക്കുന്ന ഈ സംവിധാനത്തെ ഏറ്റവും നല്ല രീതിയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിന് പകരം അതിനെ അട്ടിമറിക്കുന്നതിൻ്റെ വേറൊരു ഉദാഹരണമാണ് ഇവിടുത്തെ മാലിന്യങ്ങളുടെ പ്ലാസ്റ്റിക് ശേഖരണം ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. ഈ കുന്നായി കിടക്കുന്ന ഈ സ്റ്റോക്ക് ആ ആധുനിക രീതിയിൽ ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞ ഗ്യാസിൻ്റെ ഒരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്യാൻ. അപ്പോൾ അതും ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ അതിനൊരു മാലിന്യ കുമ്പാരമാക്കി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ്, നഗരസഭ പ്രതിപക്ഷ ഉപനേതാവ് SA ആസാദ്, കേരള പ്രദേശ് കോൺഗ്രസ് സേവാദൾ ജില്ലാ ജനറൽ സെക്രട്ടറി ജോണി ചിറ്റിലപ്പള്ളി, പ്രവാസി കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഗോപാലകൃഷ്ണൻ നന്ദിലത്ത്, KK അബൂബക്കർ, ജയൻ മംഗലം, PS രാധാകൃഷ്ണൻ തുടങ്ങിയവരാണ് ശ്മശാനം സന്ദർശിച്ചത്. TCV വടക്കാഞ്ചേരി. ഈ വർഷത്തെ ട്രോളിംഗ് നിരോധനം ജൂൺ 9 അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം നടപ്പാക്കുക. ജൂൺ 9 അർദ്ധരാത്രിക്ക് മുമ്പായി തൃശൂർ ജില്ലയുടെ തീരപ്രദേശത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ഇതര സംസ്ഥാന യന്ത്രവൽകൃത ബോട്ടുകളും കേരള തീരം വിട്ടുപോകണമെന്ന് ജില്ലാതല യോഗത്തിൽ നിർദ്ദേശം നൽകി. മറ്റ് ബോട്ടുകൾ അതാത് ബേസ് ഓഫ് ഓപ്പറേഷനിൽ ആങ്കർ ചെയ്യേണ്ടതുമാണ്. പരമ്പരാഗത വള്ളങ്ങൾ ഉപയോഗിച്ചുള്ള ട്രോളിംഗും ഈ കാലയളവിൽ അനുവദിക്കില്ല. തൊഴിൽ നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും നൽകിവരുന്ന സൗജന്യ റേഷൻ യഥാസമയം കൃത്യമായി വിതരണം ചെയ്യുന്നതിന് ജില്ലാ സിവിൽ സപ്ലൈ ഓഫീസർക്ക് നിർദ്ദേശം നൽകി. ജില്ലയുടെ തീരപ്രദേശത്ത് കോസ്റ്റൽ പട്രോളിംഗ് ശക്തമാക്കുന്നതിന് റൂറൽ ജില്ലാ പോലീസ് ചീഫ്, സിറ്റി പോലീസ് കമ്മീഷണർ, തീരദേശ പോലീസ് എന്നിവരെ നിയോഗിച്ചു. കേരളത്തിന്റെ മദ്യനയം ബാർ മുതലാളിമാർ തീരുമാനിക്കുകയാണെന്നും എക്സൈസ് ടൂറിസം മന്ത്രിമാർ അവരുടെ ഒത്തുകച്ചവടക്കാരായി അധപ്പതിച്ചുവെന്നും ഫോർവേഡ് ബ്ലോക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് T മനോജ് കുമാർ പറഞ്ഞു. ബാർക്കോഴ വിഷയത്തിൽ ആരോപണ വിധേയരായ എക്സൈസ് ടൂറിസം മന്ത്രിമാരായ MB രാജേഷും മുഹമ്മദ് റിയാസും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഫോർവേഡ് ബ്ലോക്ക് തൃശൂർ നഗരത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫോർവേഡ് ബ്ലോക്ക് ജില്ലാ സെക്രട്ടറി ലോനപ്പൻ ചക്കച്ചാംപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ മാർട്ടിൻ പോൾ, TUCC സംസ്ഥാന സെക്രട്ടറി KB രതീഷ്, കർഷക സമിതി സംസ്ഥാന പ്രസിഡന്റ് ഫ്രാൻസിസ് പിൻഹീറോ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവപ്പാതിയുടെ പുണ്യമായി പരപ്പുഴ ദേവീക്ഷേത്രത്തിൽ പഴമയുടെ തനിമ ഒട്ടും നഷ്ടപ്പെടുത്താതെ നെട്ടന്റെ കുറി ബുധനാഴ്ച ആഘോഷിക്കും. കാർഷിക മേഖലയായ പെരുവല്ലൂർ ഗ്രാമത്തിലെ പാടശേഖരങ്ങളോട് ചേർന്നുള്ള പരപ്പുഴ ദേവീക്ഷേത്രം നെട്ടന്റെ കുറിക്കായി അണിഞ്ഞൊരുങ്ങി. പരപ്പുഴയിൽ ഉയർന്നു നിന്നിരുന്ന 3 പാറക്കല്ലുകളാണ് നെട്ടന്റെ പ്രതീകം. ഇടവപ്പാതിയിൽ ഇടമുറിയാതെ പെയ്യുന്ന മഴയുടെ ജലസമൃദ്ധിയിൽ പാറക്കല്ലുകൾ മുങ്ങും. ഇതാണ് നെട്ടന്റെ കുറിയായി ആചരിക്കുന്നത്. പഴമയുടെ പുണ്യമായി ഈ ആചാരം പുതുതലമുറ വിശ്വാസ തീക്ഷ്ണതയോടെ ഇപ്പോഴും അനുഷ്ഠിക്കുന്നുണ്ട്. നെട്ടന്റെ കുറി ആചരണത്തോടെ കാലവർഷം തുടങ്ങുമെന്നാണ് പഴമക്കാരുടെ വിശ്വാസം. വർഷങ്ങൾക്ക് മുൻപ് ഇടവപ്പാതിയിലും കാലവർഷം ലഭിക്കാതായപ്പോൾ നാട്ടുകാർ നെട്ടനെ ഉപാസിക്കുകയും മഴ ലഭിക്കുകയും ചെയ്തു. പിന്നീട് വർഷം തോറും നെട്ടന്റെ കുറി ദിവസങ്ങളിൽ മഴയ്ക്കായി ഗ്രാമവാസികൾ ഉപാസന തുടർന്നു. ബുധനാഴ്ച നെട്ടന്റെ കുറി ആഘോഷ ചടങ്ങുകൾക്ക് നൂറുകണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുക. പരപ്പുഴ കാളീക്ഷേത്രത്തിൽ നെട്ടന്റെ പ്രതീകമായി പ്രതിഷ്ഠിച്ചിട്ടുള്ള പാറക്കല്ലിൽ ശാന്തി കണ്ണൻ തിരുമേനി വിശേഷാൽ പൂജകൾ നടത്തും. ഉച്ചയോടെ നാട്ടുകാർ വഴിപാടായി നൽകുന്ന ഉൽപ്പന്നങ്ങൾ കൊണ്ട് അന്നദാനവും പായസ വിതരണവും നടത്തും. ഭാരവാഹികളായ KV ഹരിശ്ചന്ദ്രൻ, PB ബാബു, NS രാജേഷ്, TS അഭിലാഷ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. TCV പാവറട്ടി. അവതാർ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ 2 പ്രതികളെ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു.
തൃത്താല സ്വദേശികളായ ഫൈസൽ, അബ്ദുൽ നാസർ എന്നിവരെയാണ് ഈസ്റ്റ് SHO M. സുജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തത്. 2 കോടിയോളം രൂപയാണ് പ്രതികൾ നിക്ഷേപകരിൽ നിന്ന് തട്ടിയെടുത്തത്. സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഗിരീഷ്, പ്രദീപ്, സിവിൽ പോലീസ് ഓഫീസർമാരായ അജ്മൽ, അരുൺജിത്ത്, വൈശാഖ്, നസീബ് എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. വടുതലയിൽ ബൈക്കിടിച്ചതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ലോട്ടറി കച്ചവടക്കാരൻ മരിച്ചു. വടുതല സ്വദേശി വലിയകത്ത് കുറ്റിപ്പുറത്ത് വീട്ടിൽ കുഞ്ഞി മുഹമ്മദ് മകൻ 45 വയസ്സുള്ള ഷക്കീറാണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. ഡ്യൂട്ടിക്കിടയിലെ വിശ്രമവേളകൾ വിജ്ഞാനപരമാക്കാൻ തൃശൂർ സിറ്റി ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിന് സ്വന്തമായി ലൈബ്രറിയായി. തൃശൂർ ട്രാഫിക് സ്റ്റേഷനിലെ വിശ്രമമുറിയിലാണ് ലൈബ്രറി സജ്ജമാക്കിയത്. സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ ലൈബ്രറി ഉദ്ഘാടനം ചെയ്തു. ലാവിൻ എഡ്വേൾഡ്, IIBMR, PT ആർട്സ് എന്നീ സ്ഥാപനങ്ങളുടെ സംയുക്ത സഹകരണത്തോടെയാണ് ലൈബ്രറി യാഥാർത്ഥ്യമാക്കിയത്. കൂടാതെ വെയിലത്തും മഴയത്തും ട്രാഫിക് ഡ്യൂട്ടി നിർവഹിക്കുന്ന പോലീസുകാർക്കായി ലാവിൻ എഡ്വേൾഡും PT ആർട്സും ചേർന്ന് കുടകളും നൽകി. ലാവിൻ എഡ്വേൾഡ് CEO ലയ ആൻഡോ, PT ആർട്സ് ചെയർമാൻ യാസർ പുതിയടത്ത് എന്നിവർ കുടകൾ കൈമാറി. സിറ്റി ട്രാഫിക് SI നൂമാൻ അധ്യക്ഷത വഹിച്ചു. ഷാജിദ യാസർ, PT വിനു, വിനിൻ വിൻസി, അഡ്വക്കേറ്റ് ബാലമുരുകൻ, സാദിഖ്, അഹമ്മദ് ഉനൈസ് എന്നിവർ പങ്കെടുത്തു. കണിപ്പയൂർ മാന്തോപ്പ് പാടശേഖരത്തിലെ പോട്ടക്കുളത്തിൽ മധ്യവയസ്കനെ കാണാതായി. ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. സമീപവാസിയായ 50 വയസ്സുള്ള ജഗതിയാണെന്നാണ് സംശയം. വസ്ത്രങ്ങൾ പാടവരമ്പത്ത് അഴിച്ചുവെച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. കുളിക്കുന്നതിനോ കുളത്തിൽ നിന്നും തേങ്ങ പെറുക്കുന്നതിനോ വേണ്ടി ഇറങ്ങിയതാവാമെന്നാണ് നിഗമനം. കുന്നംകുളം ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തെരച്ചിൽ നടത്തി. ദേശീയപാത കുതിരാനിൽ കനത്ത ഗതാഗത കുരുക്ക്. തടി കയറ്റിവന്ന ലോറി രണ്ടാമത്തെ തുരങ്കത്തിന്റെ കവാടത്തിന് സമീപം തകരാറിലായതാണ് ഗതാഗത കുരുക്കിനിടയാക്കിയത്. പാലക്കാട് ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് വരുന്ന ഒറ്റവരിയിലാണ് വാഹനം തകരാറിലായത്. ഏകദേശം 1 കിലോമീറ്ററോളം വാഹനങ്ങളുടെ നീണ്ട നിര അനുഭവപ്പെട്ടു. കുതിരാൻ തുരങ്കത്തിനകത്ത് യാത്രാ ദുരിതം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പാണഞ്ചേരി മണ്ഡലം കമ്മിറ്റി തുരങ്കമുഖത്ത് പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗം KC അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിഫിൻ ജോയ് അധ്യക്ഷനായി. വെളിച്ച സംവിധാനത്തിലെ തകരാറ് പരിഹരിക്കുക, എക്സോസ്റ്റ് ഫാനുകൾ പ്രവർത്തിപ്പിക്കുക, നിർമ്മാണത്തിന്റെ പേരിൽ അടച്ചുപൂട്ടിയ തുരങ്കം അടിയന്തരമായി തുറന്നു കൊടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. കോൺഗ്രസ് നേതാക്കളായ ലീലാമ തോമസ്, ബാബു തോമസ്, സുശീല രാജൻ, ജിസൻ സണ്ണി, ജോജോ കണ്ണാറ, റെജി പാണാങ്കുടി, മിനി നിജോ, ഷനൂബ്, ഫസീല, CV ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. രാഷ്ട്രീയ ജനതാദൾ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MP വീരേന്ദ്രകുമാറിന്റെ 4ാമത് ചരമവാർഷികത്തോടനുബന്ധിച്ച് സോഷ്യലിസ്റ്റ് സ്മൃതി മണ്ഡപത്തിലെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. അനുസ്മരണ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം RJD ജില്ലാ പ്രസിഡന്റ് ജെയ്സൺ മാണി നിർവഹിച്ചു. ജില്ലാ ഭാരവാഹികളായ വിൻസെന്റ് പുത്തൂർ, ഷോബിൻ തോമസ്, ഷംസുദ്ദീൻ മരക്കാർ, രാധാകൃഷ്ണൻ അമ്മനത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പെരിഞ്ഞനത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. പെരിഞ്ഞനം പൊന്മാനിക്കുളം സ്വദേശി നുസൈബയാണ് മരിച്ചത്. ഭക്ഷ്യവിഷബാധയേറ്റവരുടെ എണ്ണം 227ആയി. വീട്ടമ്മ മരിച്ച സംഭവത്തിൽ കയ്പമംഗലം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. റെസ്റ്റോറന്റുകളിലും ഹോട്ടലുകളിലും പരിശോധന ശക്തമാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഭക്ഷ്യസുരക്ഷാ വകുപ്പിനും കളക്ടറുടെ നിർദ്ദേശം. ജില്ലയിൽ മഴ വീണ്ടും ശക്തമാകും. തീരമേഖലയിൽ കടലാക്രമണം രൂക്ഷമായി. കാരാവാക്കടപ്പുറത്ത് വീടുകളിലേക്ക് വെള്ളം അടിച്ചു കയറി. മുനയ്ക്കകടവ് പുഴയിൽ നങ്കൂരം വിട്ടിരുന്ന വഞ്ചി ശക്തമായ തിരയിൽ തകർന്നു. ചേലക്കരയിൽ കാറുകൾക്ക് മുകളിലൂടെ മരം വീണു. കാട്ടൂർ പൊന്നനത്ത് ചെറുകിട വ്യവസായ കേന്ദ്രത്തിന് സമീപമുള്ള വീടുകളിലെ കിണറുകളിൽ രാസമാലിന്യം കലരുന്നതായി പരാതി. വ്യവസായ കേന്ദ്രത്തിൽ ആസിഡ് അടക്കമുള്ളവ അശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നതാണ് കിണറുകളിൽ മാലിന്യം കലരാനിടയാകുന്നതെന്ന് നാട്ടുകാർ. പെരിങ്ങാവ് പെറ്റ് ഷോപ്പിൽ നിന്ന് ഓമന മൃഗങ്ങളെ മോഷ്ടിച്ച സംഭവം. പ്രായപൂർത്തിയാകാത്ത ഒരാളടക്കം 2 പേരെ തൃശൂർ വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. നന്ദിക്കര മാപ്രാണം പൊതുമരാമത്ത് റോഡിൽ പെരുമഴയത്ത് ടാറിംഗ് നടത്തുന്ന ദൃശ്യങ്ങൾ പകർത്തി നാട്ടുകാർ. സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതോടെ പാതി വഴിയിൽ പ്രവർത്തനങ്ങൾ നിർത്തി തൊഴിലാളികൾ മടങ്ങി.
ദുരൂഹ സാഹചര്യത്തിൽ പോളണ്ടിൽ മരിച്ച പെരിങ്ങോട്ടുകര സ്വദേശിയായ യുവാവിന്റെ മരണത്തിന്റെ സത്യാവസ്ഥ തേടി കുടുംബം. നാട്ടിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ മരണകാരണം തലക്കേറ്റ ക്ഷതമാണെന്ന് കണ്ടെത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.